അതായത് നമ്മൾ മനുഷ്യൻ എങ്ങനെയാണ് സമയം മെഷർ ചെയ്യുന്നത്? നമുക്ക് നേരിട്ട് സമയം പോകുന്നത് കാണാൻ പറ്റില്ലല്ലോ മെഷർ ചെയ്യാൻ. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻസിനെയാണ് പൊതുവെ നമ്മൾ ടെക്നിക്കായിട്ട് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഒരു പെൻഡുലം ഇങ്ങനെ ആട്ടി വിട്ട് കഴിഞ്ഞാൽ അത് ഒരേ വേഗത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, ഒരേ ഇൻ്റർവെൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് നമുക്ക് ടൈം മെഷർമെൻറ്റിന് ഉപയോഗിക്കാം. അത് എത്ര തവണ പെൻഡുലം ക്ലോക്കുകൾ വരുന്നത് അങ്ങനെയാണ്. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഉള്ളതുകൊണ്ട് വേറെ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഇപ്പോൾ ഒരു ക്രിസ്റ്റൽ, സാധാരണ ഒരു ക്രിസ്റ്റലിൽ കുറച്ച് ഇലക്ട്രിക് പൾസ് കൊടുത്താൽ അതിരുന്ന് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ ഒരു സ്പീഡുണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട്, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ക്വാർട്സ് എന്ന് പറയുന്ന മെറ്റീരിയലൊക്കെ ഭയങ്കര സ്റ്റഡി ആയിട്ട്, അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടൈം ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വൈബ്രേഷൻ്റെ റിപ്പറ്റിഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല ടെക്നിക്ക് വെച്ചാണ് നമ്മൾ ടൈം കീപ്പിംഗ് ഉണ്ടാക്കുന്നത്. പക്ഷേ മനുഷ്യർ തുടർച്ചയായിട്ട് പണ്ട് മുതലേ ഏറ്റവും ഉപയോഗിക്കുന്ന ബേസിക്, എല്ലാവർക്കും കാണാൻ കഴിയുന്ന കുറേ റെപ്പറ്റീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഭൂമി കറങ്ങുന്നതുകൊണ്ട് രാത്രിയും പകലും ഉണ്ടാവും. അത് ആവർത്തിച്ച് വരും. ഈ ഭൂമിക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ചന്ദ്രൻ ഇങ്ങനെ നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ മാറും, ചന്ദ്രൻ്റെ ഫേസസ് മാറുന്നുണ്ട്. അപ്പം നേച്ചറിൽ തന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരേ ഇൻ്റർവൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ ടൈം കീപ്പിംഗ് ആദ്യം ഉപയോഗിച്ചു തുടങ്ങുന്നത്. നമ്മുടെ ബേസിക് 3 യൂണിറ്റ്സ് ഓഫ് ടൈം ആലോചിച്ച് നോക്കും. ഏതൊക്കെയാണ്? ഡേ സ്റ്റാൻഡ്സ് ഫോർ ഒരു റൊട്ടേഷൻ ഓഫ് എർത്താണ്. 2 എന്ന് പറയുന്നത് മന്താണ്. മന്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഫുൾ റെവല്യൂഷൻ ഓഫ് മൂണാണ്. മന്ത് എന്ന് പറഞ്ഞ വാക്ക് വരുന്നതും മൂൺ എന്ന് പറഞ്ഞ വാക്ക് വരുന്നതും മെൻസസ് എന്ന് പറഞ്ഞ വാക്ക് വരുന്നതും ഒക്കെ ഒരേ റൂട്ടിൽ നിന്നാണ്. അതെല്ലാം ഒരു ടൈം പീരീഡാണ്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട റെപ്പറ്റീഷൻ നമ്മൾ സമയത്തിന് ഉപയോഗിക്കുന്നുണ്ടാണ്. ഇത് കുറേ കാലം നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വന്നു. പെർഫെക്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല, ഇംപെർഫെക്ഷൻസ് ഒരുപാടുണ്ട്. കാരണം നമ്മൾ ഭൂമി ഇങ്ങനെ കറങ്ങുന്ന ഒരു ദിവസം എന്ന് വിളിച്ചു, ഭൂമി സൂര്യന് ചുറ്റും ഒരു തവണ കറങ്ങി വരുന്നതിന് ഒരു വർഷം എന്നെടുത്തു. ഈ 3 സമയങ്ങളിൽ ഇതിൽ ഭൂമി കറങ്ങുന്നത് വെച്ചിട്ടാണ് നമ്മൾ കലണ്ടർ ഉണ്ടാക്കുന്നതെങ്കിൽ ഭൂമി ഒരു തവണ കറങ്ങുന്നതിന് ഒരു ദിവസം എന്ന് വിളിച്ചു, ഭൂമി സൂര്യന് ചുറ്റും ഒരു തവണ കറങ്ങി വരുന്നതിന് ഒരു വർഷം എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തിന് നമ്മളൊരു കലണ്ടർ ഉണ്ടാക്കിയെന്ന് വെച്ചു. ഈ ഭൂമി ഇങ്ങനെ കറക്റ്റ് 365 തവണ കറങ്ങുമ്പോഴല്ല ഒരു വർഷമാവുന്നത്. അല്ലെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും പോയി പഴയ സ്ഥാനത്ത് തിരിച്ചു വരുമ്പം 365 തവണ മാത്രമല്ല കറങ്ങുന്നത്, ഒരു കാൽ കറക്കം കൂടെ ഉണ്ട്. ഈ കാൽ കറക്കം കലണ്ടറിൽ വെക്കാൻ പറ്റൂലല്ലോ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ കാലവിടെ ഇട്ടു. അതങ്ങ് അടുത്ത കാലും കൂടെ വരുമ്പോൾ അരയായല്ലോ, ഒരു കാലും കൂടെ കഴിയുമ്പോൾ 3/4 ഒരു കാലും കൂടെ ആകുമ്പോൾ 1 ആവും. അപ്പോൾ നമ്മൾ കലണ്ടറിൽ 366 ദിവസമാക്കി. ഓക്കെ, അങ്ങനെയാണ് ലീപ്പ് ഇയർ ഉണ്ടാക്കി. കോംപ്ലിക്കേഷൻ അവിടെ തീർന്നിട്ടില്ല. ഈ കാലെന്ന് പറയുന്നത് 0.25 ആണ് മാത്തമാറ്റിക്സിൽ. പക്ഷെ ഇത് 0.24 ഉള്ളൂ. അപ്പോൾ 4.24 ചേരുമ്പോഴത്തേക്ക് എത്രയായി? 0.96 ആവും, 1 ആവില്ല. അപ്പം നമ്മൾ 4 വർഷം കൂടുമ്പോൾ ഒരു ഡേ കലണ്ടറിൽ ആഡ് ചെയ്യുന്നത് ഓവർ കറക്ഷനാണ്. ഓക്കെ, ഇതെങ്ങനെ പരിഹരിക്കും? ഇത് പരിഹരിക്കാനുള്ള മാർഗം 400 വർഷം കൂടുമ്പം ഒരു ലീപ്പ് ഇയർ ഒഴിവാക്കും. ഓക്കെ, 400 വർഷം കഴിയുമ്പോൾ അപ്പം ഒരു ലീപ്പ് ഇയർ, അതായത് ഒരു വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ലീപ്പ് ഇയർ ആണെന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. പക്ഷെ ആ വർഷത്തെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ 400 വർഷത്തിൽ ഒരിക്കലും ഒരു ലീപ്പ് ഇയർ ഒഴിവാക്കണം. ഇതെന്തിനാ? ടൈം കീപ്പിംഗ് ഈസി ആക്കാനാണ്. അതായത് കലണ്ടറിൽ സീസൺസ് ഔട്ടായി പോകും കുറേ കഴിയുമ്പോൾ. ഭൂമിയും സൂര്യനും തമ്മിലുള്ള മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് സീസൺസിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കലണ്ടറിൽ ഇപ്പോൾ ജനുവരി മാസത്തിൽ വിൻ്റർ ആയിരിക്കും എന്ന് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇത് തമ്മിൽ സിങ്ക് ആയതുകൊണ്ടാണ്. പക്ഷേ ഇത്രയും വ്യത്യാസങ്ങൾ, ഇപ്പോൾ 1/2 ദിവസത്തിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ അത് 1/2 ദിവസം അല്ലല്ലോ, 1/2 × 100 അത് 50 ദിവസത്തിൻ്റെ വ്യത്യാസം വരും. എന്ന് പറഞ്ഞാൽ 2 മാസം മാറും. അപ്പോൾ വിൻ്റർ ചിലപ്പോൾ ജനുവരിയിൽ വരില്ല. ഓക്കെ, പണ്ട് ഈസ്റ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കലണ്ടറിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം ആരാണ് നോട്ട് ചെയ്തത്? പോപ്പ് ഗ്രിഗറിയാണ് നോട്ട് ചെയ്തത്. കാരണം ജൂലിയസ് സീസറിൻ്റെ കാലത്ത് തുടങ്ങിയ ജൂലിയൻ കലണ്ടറാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഗ്രിഗറി വന്നപ്പോഴത്തേക്കും ഈസ്റ്റർ വരുന്നത് നല്ല മഞ്ഞ് കാലത്താണ്. അങ്ങനെ അല്ല ഈസ്റ്റർ വരേണ്ടത്. അപ്പോൾ കലണ്ടർ മിസ്മാച്ച് ഉണ്ടെന്ന് എഴുതിയിട്ട് പുള്ളി എന്ത് ചെയ്തു? കലണ്ടർ റിഫോം ചെയ്തു. അതിനെയാണ് കലണ്ടർ റിഫോർമേഷൻ. ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറഞ്ഞ പുതിയ കലണ്ടർ വരുന്നത് അങ്ങനെയാണ്. അപ്പം കുറേ 10-15 ദിവസം കളഞ്ഞു കലണ്ടറിൽ നിന്ന്. ഇപ്പം കുറേ വ്യത്യാസങ്ങൾ അങ്ങനെ വരുന്നത്. ഇത് കലണ്ടർ ഇതെന്തുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റം, നമ്മുടെ സോഷ്യൽ ലൈഫും നമ്മുടെ കൾച്ചറൽ ലൈഫുമായിട്ട് ഈ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് സിങ്ക് അല്ലാതെ വരുമ്പം നമ്മൾ മനഃപൂർവ്വം ഇതിനെ മാറ്റണം. അത് അന്ന് 1-2 ദിവസങ്ങളുടെ കറക്ഷനാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. ഇന്ന് ഓരോ സെക്കൻഡും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഭൂമി കറങ്ങുന്നത് ഉൾപ്പെടെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന്
ഇൻ്റർനാഷണൽ എർത്ത് റൊട്ടേഷൻസ് ആൻഡ് റെഫറൻസ് സിസ്റ്റം സർവീസ് എന്ന് പറഞ്ഞാൽ UN-ൻ്റെ കീഴിലൊരു ബോഡിയുണ്ട്. അവരുടെ പണി ഭൂമിയുടെ റൊട്ടേഷൻ നോക്കി കൂടിയിരിക്കുന്നു. അതിലെവിടെയെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതോ മഞ്ഞുരുകുന്നതോ ഒക്കെ ഭൂമിയുടെ കറക്കത്തിൻ്റെ സ്പീഡിനെ ബാധിക്കും. അപ്പം ഒരു സെക്കൻഡൊന്നും വരില്ല, ഫ്രാക്ഷൻസ് ഓഫ് എ സെക്കൻഡ് മാറും.